അടുത്തതായി ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് ദർശിനിയെ സ്നേഹത്തോട് ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ നമസ്കാരം. കെ വി രാമകൃഷ്ണൻ മാഷ്ക്ക് ആശംസകൾ അർപ്പിച്ച് ഞാൻ സംസാരിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു യുക്തിയില്ലായ്മയെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ആദരപൂർവം മാഷ്ടെ കവിതകളെക്കുറിച്ച് 2 വാക്ക് എൻ്റെ വായനയിൽ തോന്നിയ ഒരു അനുഭവം. 2 ദിവസം മുമ്പ് പത്രത്തിൽ കണ്ടു, കേരളത്തിലെ വീടുകളെല്ലാം ഒഴിഞ്ഞുപോയ കിളിക്കൂടുകളാണെന്ന്. അപ്പോൾ ഞാൻ ഓർത്തത് മാഷുടെ കവിതയിലെ വരികളാണ്. മാഷ് മുത്തച്ഛൻ എന്ന കവിതയിൽ എഴുതി, പറക്കാൻ ചിറകിന്നു പോരിമയാൽ വാനിൻ നിറവുണ്ണുവാൻ കൂടു കൈവിടും കിളിക്കുഞ്ഞും, ഭൂമി തന്നറ്റത്തേക്കാണെങ്കിലും തലനീർത്തി പോക മക്കളെ, കാലും കരളും തളരാതെ വിണ്ണിലെ നെടും പാത നിങ്ങൾ തൻ മഹായാനത്തിനൂർന്ന തോരണമൊരുക്കട്ട് കതിരൂർന്ന തോരണമൊരുക്കുന്നു, ഏത് മണ്ണിലും വേരൂന്നുക സംസ്കൃതി ഏതെന്നാകിലും ഞരമ്പുകൾ ഊർജമായി ഉൾക്കൊള്ളുക എന്ന് വർഷങ്ങൾക്ക് മുമ്പേ മാഷ് അത് എഴുതി വച്ചിരുന്നു. അതുപോലെ തന്നെയാണ് മാഷുടെ മിക്കവാറും എല്ലാ കവിതകളിലും സമകാലിക പ്രസക്തമായ നിരവധി വരികൾ മാഷ് നേരത്തെ എഴുതി വച്ചിട്ടുണ്ട്. ഉദിച്ചുച്ചയോടടുക്കുന്നു ലോകം, ഉറക്കം നടിച്ചേ കിടക്കുന്നു മർത്യരെന്ന് ഇപ്പോഴത്തെ നമ്മുടെ വർത്തമാനകാല സാഹചര്യങ്ങൾ കാണുമ്പോൾ പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്. അതുപോലെ തന്നെയാണ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടേതായാലും പ്രകൃതിയുടേതായാലും പ്രകൃതി മനുഷ്യനാൽ പ്രകൃതിക്കുണ്ടാകുന്ന ചൂഷണങ്ങൾ. ഭ്രാന്തി എന്ന കവിത എത്ര വർഷം മുമ്പ് എഴുതിയതാണെന്ന് ഓർക്കണം. ഇപ്പോഴും അതെത്രമാത്രം പ്രസക്തമാണ്. ഓരോ വർഷവും ഓരോ പ്രകൃതി ദുരന്തങ്ങൾ നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കവിതയുടെ പ്രസക്തിയെക്കുറിച്ച്. അങ്ങനെ സമകാലിക പ്രസക്തമായ വിഷയങ്ങൾ പോലും വളരെ വർഷങ്ങൾക്ക് മുൻപേ കവിതയിൽ കുറിച്ചു വെച്ച് വളരെ ലാളിത്യമാർന്ന പദപ്രയോഗങ്ങളാൽ, ചാരുതയാർന്ന പദപ്രയോഗങ്ങളാൽ ഈ 90ൻ്റെ നിറവിലും തെളിമയാർന്ന വായനയ്ക്ക് ഇടം നൽകിയ അനുവാചകരുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച മാഷിന് ഇനിയും ഏറെ കവിതകൾ എഴുതുവാനും അതുപോലെ തന്നെ വായനക്കാരിലേക്ക് തെളിമയാർന്ന വായനയുടെ വെളിച്ചം പകരുവാനും സാധിക്കട്ടെ. അതിനുള്ള ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. ആദരപൂർവ്വം. രാമകൃഷ്ണ മാഷ്ടെ പുസ്തകത്തിൽ നിന്നുള്ള കവിത ചൊല്ലാനായിട്ട് ഇന്ദു മുരളിയെ ക്ഷണിക്കുന്നു.